ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ പരസ്യശുശ്രൂഷ നാളിൽ കർത്താവായ യേശുക്രിസ്തു സമൂഹത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ, മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ വന്നപ്പോൾ, അന്ന് സർവജ്ഞാനിയായ ദൈവം, ആദ്യം അന്തോമറിയാവുന്നവനായ ദൈവം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ? അന്ന് ഈ ഭൂമിയിൽ വിശ്വാസികൾ ഉണ്ടായിരിക്കുമോ? എൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് നാം വിശ്വാസികളായിരിക്കുമോ? ദൈവം വലിയ പ്രതീക്ഷകളോട് തൻ്റെ മോഹന സൃഷ്ടിയായി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും സൃഷ്ടിക്കപ്പെട്ട ആദാമും ഭാര്യയും സാത്താൻ്റെ വഞ്ചനയാൽ പാപം ചെയ്തു. അവർക്ക് പറയാനുണ്ട്, ദൈവത്തെ പോലെ ആകാനാ ഞങ്ങളെ പഴം തിന്നുവെന്ന്. അതാണ് ശത്രുവിൻ്റെ വഞ്ചന. ആ വഞ്ചനയിൽ കുടുങ്ങിപ്പോയി പാപിയായ മനുഷ്യൻ, ഏദൻ തോട്ടത്തിൽ നിഷ്കാസിതനായ മനുഷ്യൻ, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. ആ മനുഷ്യനെ തേടി ദൈവം വീണ്ടും വന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാത്ത ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഇന്നും കർത്താവ് യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. അവനാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും മനുഷ്യരുടെ ശബ്ദമായിരിക്കും, അത് അവരുടെ വചനമല്ല. അവർ വെറും കഴുതകളാണ് പ്രിയപ്പെട്ടവർ. അവരെ നോക്കണ്ട. കഴുതയെ കാണാനും കൊള്ളില്ല, അതിന് ബുദ്ധിയില്ല, അതിനെ ഒന്നിനും കൊള്ളില്ല, അതിനെ ആർക്കും വേണ്ട. ശരിയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിലേക്ക് വരുവാൻ ആ കഴുതയെയാണ് വാഹനമൃഗമായി എടുത്തത്. കഴുതയ്ക്കൊരു പ്രത്യേകതയുമില്ല. കഴുതയല്ല നിങ്ങൾ കാണേണ്ടത്, കർത്താവായ യേശുക്രിസ്തുവിനെ കാണുക. മനുഷ്യരെ നിങ്ങൾ മാറ്റി നിർത്തുക. കർത്താവ് എന്നെ നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. ദൈവം ആരാവിനെയും വിളിച്ചു ഏദൻ തോട്ടത്തിലേക്ക്. അവൻ്റെ അവസ്ഥ അറിഞ്ഞ് അവൻ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടവനായി, ഭയചകിതനായി, കാട്ടത്തി ഇല കൊണ്ട് നഗ്നത മറച്ച് അവൻ ഇരിക്കുകയാണെന്ന് മറിഞ്ഞുകൊണ്ട് ദൈവം ഇവിടേക്ക് ഇറങ്ങി. എന്തെന്നറിയാമോ? അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ. വേറൊന്നും ചെയ്യണ്ട, എൻ്റെ പാവം ഏറ്റു പറഞ്ഞാൽ മതിയായിരുന്നു. കർത്താവേ, അബദ്ധം പറ്റിപ്പോയി, ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഞാൻ ദൈവത്തെ പോലെ ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ആ പഴം പറിച്ചു തിന്നത്. ദൈവത്തെ പോലെ ആയിരുന്ന ഞാൻ എൻ്റെ അവസ്ഥ അറിയാതെ ഞാൻ പാപം ചെയ്തു പോയി. കർത്താവേ, ക്ഷമിക്കണമേ പറഞ്ഞാൽ മതിയായിരുന്നു. ദൈവം യഥാസ്ഥാനപ്പെടുത്തിയേനെ. ഇന്നും ഏതൊരു അവിശ്വാസിക്കും അവിശ്വാസത്തോടെ യാത്ര പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് അടുത്തു വരാം. അതിനുള്ള സകല സംവിധാനങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. മനുഷ്യൻ അന്ധനായി നടക്കുകയാണ്. മനുഷ്യൻ്റെ അവസ്ഥ കണ്ട് ദൈവം വേദനയോടെ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും ആദ്യമായി ജനിച്ച കയീൻ സാത്താന് സന്തതിയായി പിറന്നു. എന്താണ് അങ്ങനെ പറയുന്നത്? അവൻ്റെ ഉള്ളത്തിൽ ദൈവമല്ല, അവൻ്റെ ഹൃദയത്തിൽ സാത്താൻ കടന്നുകൂടിയിരിക്കുന്നു. ആ അവസ്ഥയിൽ ജനിക്കുന്ന മക്കൾ സാത്താൻ അവകാശമാണ്.
ആ കയീൻ, അവനിൽ കടന്നുകൂടിയ സാത്താൻ, അവൻ കൊലപാതകനാണ്. അവൻ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നവനാണ്. സ്നേഹത്തിൻ്റെ കണിയവനില്ല. അവന് സഹോദരനുണ്ട് ഹാവേൽ, വിശ്വാസിയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണ്, ഒരു ദോഷവും ജീവിതത്തിൽ ഇല്ലാത്തവനാണ്. പക്ഷെ കയ്യിന് വൈരാഗ്യമാണ്, കാരണം അവൻ്റെ അകത്ത് വൈരാഗ്യമേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, ആ കയ്യിനോട് ദൈവം സ്നേഹത്തോടെ ഇടപെടുന്നത് നാം വേദത്തിൽ വായിക്കുന്നുണ്ട്. കയ്യിനോട് പറഞ്ഞു, കയ്യിനെ, നീ കോപിക്കുന്നത് എന്ത്? നിൻ്റെ മുഖം വാടുന്നത് എന്ത്? സ്തോത്രം. പ്രിയപ്പെട്ടവർ, നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണോ? ദൈവാത്മാവിൻ്റെ സ്വഭാവം നമ്മിലുണ്ടോ? നമ്മെ കാണുന്നവർ നമ്മിലൂടെ ദൈവത്തെ കാണുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കണേ. സ്തോത്രം. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവാൻ ദൈവം നിനക്ക് ആ ബോധ്യം തരുന്നുണ്ട്. തിരുത്തിയാൽ മതി. എനിക്ക് തിരുത്താൻ ഉണ്ടെന്ന് സമ്മതിച്ചാൽ മതി. തിരുത്താൻ പരിശുദ്ധാത്മാവുണ്ട്, സമ്മതിച്ചാൽ മതി. മനുഷ്യന് താഴാൻ മനസ്സില്ല. ദൈവമായുള്ള സംസർഗം നഷ്ടപ്പെട്ടു പോയ കയ്യിനോട് സർവശക്തനായ ദൈവം സംസാരിക്കുന്നത് നാം കേൾക്കുന്നുണ്ട്. കയ്യിനെ, നീ കോപിക്കുന്നത് എന്ത്? നിൻ്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീ അതിനെ കീഴടക്കണം. കൃത്യമായി ദൈവം കയ്യിന് വചനം കൊടുത്തു. ഈ അവസ്ഥയിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ സാത്താൻ കിടക്കുന്നുണ്ട്. അവൻ പതുങ്ങി കിടക്കുകയാണ്. അവൻ്റെ ആഗ്രഹം നിങ്കിലേക്കാണ്. നീ അതിനെ ജയിക്കുന്നില്ലെങ്കിൽ അവൻ നിന്നെ ജയിക്കും. എല്ലാം നിനക്ക് നഷ്ടപ്പെടും. കൃത്യം പറഞ്ഞു കൊടുത്താണ് സ്നേഹത്തിൻ്റെ ഉപദേശം. സഹോദരീ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ സമയത്തും ദൈവാത്മാവ് ഓരോ ഹൃദയങ്ങളോടും വാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. മോനെ, തിരുത്താമോ? മോളെ, മടങ്ങി വരാമോ? നിന്നെ സ്വീകരിക്കാം, നിനക്കെല്ലാ സൗഭാഗ്യങ്ങളും തരാം, നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് തിരികെ തരാം. ആ സ്നേഹവാഗ്ദാനവുമായി നിത്യനായ ദൈവം സ്നേഹത്തോടെ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഉപദേശം കയ്യിൻ കൈക്കൊണ്ടില്ല. അവൻ സാത്താൻ തന്നെ ഹൃദയത്തിലിട കൊടുത്തു. എന്തുണ്ടായി? സ്നേഹം ഭാവിച്ച് സ്വന്തം സഹോദരനെ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് പോയി അവനെ കയർത്ത് കൊന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, കയ്യിനല്ല കൊന്നത്, കയ്യിനിൽ വസിക്കുന്ന സാത്താനാണ് കൊന്നത്. അവൻ വൈരാഗിയാണ്. അവൻ ഒന്നറിയാം, അവനെ ദൈവം സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ആ സ്ഥാനത്തേക്ക് ദൈവം മനുഷ്യനെയാണ് ആക്കാൻ പോകുന്നത്. അവനവിടെ ഇരിക്കരുത്, അവനെ അവിടെ ഇരുത്തരുത്. പരമാവധി അവരെ ഞാൻ കിടക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് അവൻ്റെ ലക്ഷ്യം. ഇന്നും അത് തന്നെയാണ് ലക്ഷ്യം. ഓരോ ദൈവത്തിനെയും കുടുക്കുവാൻ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്നും അധ്വാനിക്കുന്നൊരു സാത്താനുണ്ട്. നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് പോരാട്ടമുണ്ട്. സ്തോത്രം. ആ സത്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? സ്നേഹവാനായ ദൈവത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ജീവിതത്തിൽ പാപം വന്ന രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, വലുതാകട്ടെ ചെറുതാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ ഹൃദയത്തിലെ ചിന്തകളിലാകട്ടെ, പാപം വന്നാൽ പാപത്തിന് ശമ്പളം മരണമത്രേ. മരിക്കുന്നത് ആത്മാവാണ്. നിന്നെ സ്വർഗത്തിലെത്തിക്കേണ്ട വിലപ്പെട്ട ആത്മാവാണ് മരിക്കുന്നത്. പാപത്തിന് ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആത്മാവിൽ മരിച്ച ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം അവസ്ഥ സംഭരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ചെന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ, പാപിയുടെ മേൽ ചൊരിയുന്ന ദൈവത്തിൻ്റെ കൃപ എന്താണത്? ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. സ്തോത്രം.
ഈ നിത്യജീവൻ പകരാനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എല്ലാം നിവർത്തിച്ചു. സ്വന്തമാക്കാം, ആർക്കും സ്വന്തമാക്കാം. നിബന്ധന കേൾക്കുന്ന ഏതോ ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാം. ഒറ്റ കാര്യം മതി, വിശ്വസിക്കുക. സ്തോത്രം. വിശ്വസിക്കുക, ക്രൂശിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവർ? വിശ്വാസിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും സഭയിലെ അംഗമാകുക എന്നല്ല അതിനർത്ഥം. മാമോദിസയിൽ പേരിടുക എന്നുള്ളതല്ല അർത്ഥം. സ്തോത്രം. ആരാണ് വിശ്വാസി? ആരാണ് വിശ്വാസി? എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കുക. ഞാനത് എങ്ങനെ സ്വന്തമാക്കും? ആ സത്യം സത്യമായി നിൽക്ക്. അനേകരത് സ്വന്തമാക്കുന്നില്ല. അതിനെന്താണ് വേണ്ടത്? യേശു ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു? എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മരിക്കണോ? വേണ്ട. എൻ്റെ മരണം മാറ്റി എനിക്ക് നിത്യജീവൻ തന്നു. എങ്കിൽ ഞാനിനി എന്ത് ചെയ്യണം? എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുക. ഇവനാണ് ക്രിസ്ത്യാനി. പാപത്തിന് മരിച്ച് ക്രിസ്തുവിന് ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആർക്കെല്ലാം പിടികിട്ടി? ആർക്കെല്ലാം ആ ആഗ്രഹം ഹൃദയത്തിൽ വരുന്നുണ്ട്? ആരെല്ലാം ആ ലക്ഷ്യത്തിലേക്ക് വരുന്നുണ്ട്? കർത്താവെ, വഴി തെറ്റിപ്പോയല്ലോ, ഇതുവരെയും തെറ്റിപ്പോയല്ലോ. കർത്താവ് പറയും, മുടിയൻ പുത്രനെ പോലെ നീ മടങ്ങി വരിക. നിനക്ക് തന്നതെല്ലാം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞാലും, അപ്പൻ്റെ ഭവനത്തിൽ നിന്റെ വീരം മേടിച്ചോട് പോയി മുഴുവൻ നീ തിന്നു മുടിച്ച് സകലവും നീ ദൂർത്തടിച്ച് കളഞ്ഞാലും, പന്നികളുടെ കൂടെ നീ കഴിഞ്ഞാലും, ആ നീതിയൻ വസ്ത്രം, ആ മനോഹരമായ അങ്കി നഷ്ടപ്പെട്ടു പോയാലും, നിന്റെ കയ്യിലിട്ടിരുന്നായ പൊന്മോതിരം നഷ്ടപ്പെട്ടു പോയാലും, സുവിശേഷത്തിന് ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയാലും, നീ മടങ്ങി വരിക. സ്തോത്രം. എത്രയോ കാലം അപ്പൻ്റെ ഭവനം വിട്ടുപോയി പന്നികളുടെ കൂടെ ആ മുടിയനായ പുത്രൻ കഴിഞ്ഞിട്ടും അപ്പൻ ആ മകനെ തേടി പന്നിക്കൂട്ടി ചെന്നില്ല. അത് ചെല്ലാൻ സാധ്യമല്ല. സ്തോത്രം. മടങ്ങി വന്ന ആൾ നിന്നെ സ്വീകരിക്കുന്ന ഒരപ്പനുണ്ട്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ സ്നേഹവാനായ അപ്പനെ നാം കാണുന്നുണ്ട്. അവരൊരു വാക്ക് പറയണം, അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു, എൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല പറഞ്ഞാൽ മതി. എൻ്റെ ഭവനത്തിലെ കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ എന്ന് പറയണമെന്നെ ഹൃദയത്തിലെ തീരുമാനം അവൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യും. അവൻ നിന്നെ ഭവനത്തിലേക്ക് സ്വീകരിക്കും. ഇന്നും ഓരോ പാപിയെയും ശുദ്ധീകരിപ്പാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിൽക്കുന്നു. കർത്താവ് ആവലോടെ നിൽക്കുന്നു. ഇന്നും ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ഹൃദയത്തിൻ്റെ വാരക്കൽ വാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓവനപ്പേറിൽ വിളിച്ചുകൊണ്ട് നടക്കുന്നു. നീ നടക്കുന്ന ഓരോ ഊടുപടികളിലൂടെയും അവൻ നിന്നെ പിന്തുടരുന്നു. സ്തോത്രം. ഈ സത്യം എപ്പോൾ തിരിച്ചറിയുന്നു അന്ന് മടങ്ങി വരാം. ഒറ്റ വാക്ക്, റൈറ്റ് അബൌട്ട് ടേൺ തിരിയുക. അതാണ് മനസ്സാന്തരം. സ്തോത്രം. നീ തിരിഞ്ഞു വന്നാൽ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരികെ തരും. മുടിയൻ പുത്രന് മേൽത്തരമായ അങ്കി കൊടുത്തു, അവൻ്റെ വിരലിന് ഭാഗമായ മോതിരം കൊടുത്തു, അവൻ്റെ കാലിൽ സുവിശേഷത്തിന് ചെരിപ്പിടി വെച്ചു. സ്തോത്രം. തീർന്നല്ല പ്രിയപ്പെട്ടവരെ? തടിപ്പിച്ച കാളക്കുട്ടി ഏർത്ത വീട്ടിൽ വിരുന്നാഘോഷിച്ചു. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. മാലാഖമാരുടെയിൽ സന്തോഷമുണ്ടാകും. സ്വർഗം സന്തോഷിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും ദുഃഖിപ്പിച്ച ദൈവത്തെ ആശ്വസിപ്പിക്കാമോ? പാവയോട് യാത്ര പറയാമോ? റൈറ്റ് അബൌട്ട് തിരിയാമോ? പാപത്തോടെ യാത്ര പറയാമോ? എൻ്റെ പാപത്തിന് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പരിഹാരം വരുത്തിയെങ്കിൽ ആ പാപത്തോടെ യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ക്രിസ്തുവിനായി ജീവിക്കും. സ്തോത്രം. 1 മണിക്കൂറേ ജീവിച്ചുള്ള സാരമില്ല മോനെ. സ്തോത്രം. 5 മണി സമയത്തും തോട്ടത്തിലേക്ക് വന്നവൻ 6 മണിക്ക് പണി നിർത്തി, ഒരു വെള്ളിക്കാശ് അവന് കിട്ടി. സ്തോത്രം. നിൻ്റെ ഈ വാർദ്ധക്യത്തിൽ നീ ഒന്ന് തിരിഞ്ഞാൽ ദൈവം നിന്നെ അംഗീകരിക്കും. നിത്യജീവൻ കിട്ടും. സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി നിനക്ക് തീരാം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് കിട്ടും. കർത്താവ് 2-ാമത്തെ വരവിൽ നിനക്ക് പറന്നുയരാം. മനസ്സുണ്ടോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മക്കണ്ണുകൾ അടഞ്ഞ് ഇതാ
പുറം കണ്ണുകൾ തുറന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ നഗ്നത വെളിപ്പെട്ടു. ആദ്യത്തെ സൃഷ്ടിയായ ആദാമിന് നഗ്നത വെളിപ്പെട്ടു. തേജസ് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അവരറിഞ്ഞില്ല. സാത്താൻ പറഞ്ഞ എന്നാറിയാമോ? ഈ പഴം നീ തിന്നാൽ നിന്റെ കണ്ണ് തുറക്കുകയും നീ ദൈവത്തെ പോലെയാകുകയും ചെയ്യും. കണ്ണു തുറന്നല്ലോ. ഇപ്പോഴാണോ ഞാൻ നഗ്നനാണെന്ന് അറിഞ്ഞത്? നഷ്ടം അവൻ അറിഞ്ഞില്ല. സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന സഹോദര, നിനക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം നീ വാസ്തവത്തിൽ അറിയുന്നില്ല. നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യമാണ്. നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന നിത്യത മുഴുവനും ദൈവത്തോടെ വസിക്കാനുള്ള മനോഹരമായ അനുഭവമാണ്. അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് തിരികെ വേണമെന്നുണ്ടോ? ആദാമിനെ തേടി ദൈവം വന്നു. ഏറെ തോട്ടത്തിലേക്ക് വന്നു. ദൈവം മനുഷ്യനെ വിളിച്ച് നീ എവിടെ എന്ന് ചോദിച്ചു. ദൈവത്തിന് അറിയാൻ എവിടെയാണെന്ന്. മരങ്ങളുടെ മറവിൽ മറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിനറിയാൻ എവിടെയാണെന്ന്. പക്ഷേ അവൻ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, നീ എവിടെ? സ്തോത്രം. ഇന്ന് ആ ശബ്ദം നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നീ അറിയണം. ഞാൻ നിസ്സാരനായിരിക്കുന്നു, മുടിയൻ പുത്രനായിരിക്കുന്നു, എല്ലാം നഷ്ടപ്പെടാനായിരിക്കുന്നു. സത്യം അംഗീകരിക്കാമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ അവർ അംഗീകരിച്ചില്ല. അവസാനം ദൈവം കൃത്യമായിട്ട് ചോദിച്ചു, ആരാമേ നീ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവർ, അവനെ വിണയം പോയി. എന്താ കാരണം അറിയാമോ? പാമ്പിൻ്റെ ഉപദേശം ആ സ്ത്രീ കേട്ട മാത്രയിൽ അവൾ അവിശ്വാസിയായി മാറി. അവൻ്റെ വചനത്തിന് ഹൃദയം തുറന്നപ്പോൾ അവളുടെ ഹൃദയത്തിലേക്ക് സാത്താൻ കടന്നു. സാത്താൻ കടന്നത് കൊണ്ടാണ് അവൾ ആ പഴത്തിലേക്ക് നോക്കിയപ്പോൾ അത് കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പറയപ്പോൾ നല്ലതെന്ന് കണ്ടത്. അവളുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നത് സാത്താനാണ്. അവൾ സാത്താൻ്റെ അടിമയായി കഴിഞ്ഞു. അവൾ അങ്ങനെ കണ്ടു, പോയി പറിച്ചു തിന്നു. അവളുടെ സ്വാധീനത്തിൽ ആദാം നിന്നു. രണ്ടുപേരും മരിച്ചു. സത്യം തിരിച്ചറിഞ്ഞില്ല. സ്നേഹവാനായ ദൈവം ആദാമിനെ അവനെ ഏദൻ തോട്ടത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവനെ ഏദൻ തോട്ടത്തിന് പുറത്താക്കി. എന്തിനെന്നറിയാമോ? പാപബോധമില്ലാതെ കഠിനഹൃദയനായിരിക്കുന്ന ആദാം ആ അവസ്ഥയിൽ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നാൽ അവൻ എന്നാളും അങ്ങനെ ജീവിക്കേണ്ടി വരും. നിത്യമായി അവൻ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരാതിരിപ്പാൻ സ്നേഹവാനായ ദൈവം അവനൊരവസരം കൊടുത്തു. ഇന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമുക്കൊരവസരം തന്നിരിക്കുന്നു. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളാരെല്ലാം ആ വിളി കേൾക്കുന്നുണ്ട്? അവൻ്റെ സന്നിധിയിലേക്ക് ആരെല്ലാം അടുത്ത് വരുന്നുണ്ട്? നഷ്ടപ്പെടുക തിരിച്ചറിഞ്ഞുകൊണ്ട് ആരെല്ലാം ചെല്ലുന്നുണ്ട്? ആദാം എന്താണ് പറഞ്ഞത്? നീ എന്ത് ചെയ്തു ആദാമേന്ന് ദൈവം ചോദിക്കുമ്പോൾ, നീ എനിക്ക് തന്ന ആ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നുപോയി. കുറ്റം മറ്റൊരാളിൽ പഴിയായിരുന്നു. സ്വയം ന്യായീകരിക്കുന്നു, നീതീകരിക്കുന്നു. അതാണ് സാത്താൻ്റെ സ്വഭാവം. സ്തോത്രം. ഇന്ന് അതല്ലേ എവിടെയും കാണുന്നത്? അന്ത്യകാല ലക്ഷണം. നന്മയെ തിന്മയെന്ന് പറയുകയും തിന്മയെ നന്മയെന്ന് പറയുന്ന കാലം വരെ മന്ദിരിക്കുകയല്ലേ. ഇന്നെവിടെയും തിന്മയ്ക്കല്ലേ സ്ഥാനം? നന്മയ്ക്ക് എവിടെയുണ്ട് സ്ഥാനം? അതിനെവിടെയുണ്ട് നാള്? സ്തോത്രം. സഹോദരീ സഹോദരങ്ങളെ, സത്യം തിരിച്ചറിയുക. ആദാമിനെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവത്തിന് കഴിഞ്ഞില്ല. സ്വന്തം പാവം ഏറ്റുപറയാൻ മടിച്ച ആദാമിനെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവത്തിന് കഴിഞ്ഞില്ല. സിട്ടാവാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. ഒരു സ്ത്രീയുണ്ട്. ഇനി അവളിലൂടെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? തിരിഞ്ഞു സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയെ, നെയ്യ് ചെയ്തതെന്ത്? പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. പാമ്പിനെ തട്ടിച്ച നീ തന്നെയല്ലേ? ആ പാമ്പിലേക്ക് തന്നത് കൊണ്ടാണോ ഞാൻ തിന്നത്? അവൾ സ്വന്തം പാവം ഏറ്റുപറയാറെ പാമ്പിൽ ചാരി. സ്തോത്രം. ആരെയും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ആ പാവം മൂലം ഭൂമി ശപിക്കപ്പെട്ടു. ആ ശാപകരമായ ഭൂമിയിൽ ഞാനും നിങ്ങളും ഇന്നും ജീവിക്കുന്നു. സഹോദരങ്ങളെ, ആ ഭൂമിയിൽ ജനിച്ച കയ്യനും പിന്നീട് ജനിച്ച ഹാബേലും. കയ്യൻ അവിശ്വാസിയും ഹാബേൽ വിശ്വാസിയുമായിരുന്നു. എന്നാൽ അവിശ്വാസി വിശ്വാസിയെ കൊന്നു.
പ്രിയപ്പെട്ടവർ, എന്നെ വിശ്വാസികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ സാത്താൻ കൊന്നുകൊണ്ടിരിക്കുന്നു. അവൻ ജയിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സാത്താൻ്റെ മണവാട്ടി സഭ വളർന്നുകൊണ്ടിരിക്കുന്നു, തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. അവൻ സന്തോഷിക്കുന്നു. കർത്താവായ യേശു വേദനിക്കുന്നു. പത്രോസ്ലീഹ പറയും, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ വർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അനുവദിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പറക്കരുത്. കർത്താവ് രണ്ടാമത് വരുവാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാഗ്രഹമുണ്ട്, എല്ലാവരും മാനസാന്തരപ്പെടണം. ദൈവം കണ്ട ആശയോടെ വിളിച്ച് വേർതിരിച്ച് വചനം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ദൈവമക്കൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ അവരെല്ലാവരും സ്വർഗത്തിലെത്തണം. എല്ലാവരും മാനസാന്തരപ്പെടണം. അതിനുവേണ്ടി അവൻ ദീർഘക്ഷമ കാണിക്കുന്നു. സ്തോത്രം. കർത്താവിനെ ദുഃഖിപ്പിക്കുന്നത് നല്ലതാണോ? അവൻ്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കുന്നത് നല്ലതാണോ? നമുക്ക് മനം തിരിയാം. ഇതുവരെയും പാപത്തിൽ മുഴുകി ജീവിച്ച് എന്ത് കിട്ടി? സമാധാനമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ അധ്വാനിച്ച് തളർന്ന ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പാപം മാറാൻ അധ്വാനിക്കുന്നവരും പാപഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നവരുമായ ജനമേ, അതേ കർത്താവ് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരത്തിൽ നിന്ന് വിളിക്കുന്നു. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഭാരങ്ങൾ അവൻ ഏറ്റെടുക്കും. നിന്റെ ഭാരങ്ങൾ അവൻ മാറ്റും. നിനക്ക് തരാൻ അവൻ്റെ കയ്യിലുണ്ട്. അവൻ സമ്പന്നനാണ്. അടുത്തിയല്ലാമോ? പാപി എന്ന് സമ്മതിച്ചുകൊണ്ട്, പാപം ചെയ്തു പോയി കർത്താവേ എന്ന് സമ്മതിച്ചുകൊണ്ട്, ഇനിമേലാൽ പാപത്തിലേക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട്, പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട്, പാപം വരുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നുകൊള്ളാമെന്ന് കർത്താവിന് വാക്കുകൊടുക്കുന്നവരായി. പഴയ നിയമത്തിലെ യൂസേപ്പിനെ പോലെ, ദാനിയേലിനെ പോലെ മരിക്കേണ്ട വന്നാലും പാപത്തിലേക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, മോനെ നീ മരിക്കണ്ട, മോളെ നീ നശിക്കണ്ട, നിന്നെ സ്വീകരിപ്പൻ കർത്താവ് യേശു നിൽക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ആറാം തള്ളപ്പെട്ടു പോയി, ഏഴാം തോട്ടത്തിന് വെളിയിലായിപ്പോയി, ശാപകരമായ അവസ്ഥയിലായിപ്പോയി. എന്നാൽ മറക്കരുത്, ഏഴാം തോട്ടത്തിൽ നാദാമിനെയും ഭാര്യയെയും പുറത്താക്കുമ്പോൾ ദൈവം എന്ന ഒരു വാക്ക് കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം, സ്ത്രീകളുടെ സന്തതി സർപ്പതലയെ ചതയ്ക്കും, അന്ന് നിനക്ക് ഏതിൽ പ്രവേശനം കിട്ടും. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇന്ന് മുഴങ്ങുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെവിയിൽ മുഴങ്ങുന്നു. ദൈവമായുള്ള ബന്ധമില്ലെങ്കിൽ, ഇതൊരു വിശുദ്ധ ജീവിതമില്ലെങ്കിൽ, കർത്താവിൻ രണ്ടാമത്തെ വരവിന് വേണ്ടി നീ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, നിന്റെ ചെവിയിൽ ഇന്നും മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പതലയെ ചതയ്ക്കും, ആണ് നിനക്ക് ഏതെങ്കിലും തോട്ടത്തിൽ പ്രവേശനം കിട്ടും. ആരാണ് ആ സ്ത്രീയുടെ സന്തതി? അവൻ ഒരേ ഒരുവൻ, കർത്താവായ യേശു ക്രിസ്തു. സ്വർഗത്തിലെ നിത്യനായ ദൈവത്തിനും വിശുദ്ധനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും മധ്യസ്ഥനായ ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കെഞ്ചുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. വാക്ക് മാറാത്തവൻ, വാഗ്ദത്തങ്ങളുടെ വിശ്വസ്തനായവൻ. എൻ്റെ ചെവിയിൽ ആ ശബ്ദം മുഴങ്ങുന്നുണ്ടോ? തിരിയാമോ? ഇപ്പോൾ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തരുന്നതിനോടൊരു വാക്ക് പറയാമോ? പ്രിയപ്പെട്ടവരെ, അവൻ പാപം ക്ഷമിക്കുന്നവനാണ്. അവൻ പാപം കഴുകുന്നവനാണ്. അവൻ തൻ്റെ മകനാക്കി തീർക്കുന്നവനാണ്. സംശയിക്കണ്ട. മടങ്ങി വന്നാൽ അവൻ വാരിപ്പുണരും. അവൻ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യും. അവൻ്റെ ഭവനത്തിലേക്ക് അവൻ സ്വീകരിക്കും. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുമെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്ന സഹോദര, നിൻ്റെ മാനസാന്തരം കണ്ട് സ്വർഗം സന്തോഷിക്കട്ടെ. മാലാഖമാർ ആർത്തുപാടി സ്തുതിക്കട്ടെ. ദൈവരാജ്യം ഭൂമിയിൽ തുടങ്ങട്ടെ.
ആരാധന തുടങ്ങട്ടെ. ഈ ഭൂമിയിൽ സ്തുതി ഉയരട്ടെ. നന്ദിയുടെ സ്തുതി. എൻ്റെ അവസ്ഥയിൽ തന്നെ വിടുവിച്ചവനായ ദൈവം, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നവനായ ദൈവം, അവനെ സ്തുതിക്കാൻ നിങ്ങൾക്കാർക്കെല്ലാം ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ കാലത്ത് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ ജന്മപാപങ്ങളും കർമ്മപാപങ്ങളും ഉൾപ്പെടെയുള്ള സകല പാപങ്ങളെ ക്ഷമിച്ചു തരുവാൻ കർത്താവിന് കഴിയുമെന്ന് ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? അതിനെ വ്യക്തമായി പറയുന്നു. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാം വാക്യം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുമെന്ന് പറയുന്ന വചനമാണെങ്കിൽ, വള്ളി പുള്ളി മാറാത്ത ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ, ഇന്ന് ആ രക്തം നിന്നെ കഴുകും. ക്രിസ്തുവിലോട്ട് വരാമോ? കർത്താവേ, മനസ്സറിഞ്ഞിട്ട് പാപത്തിലേക്ക് ഇല്ല എന്നൊരു വാക്കിനൊക്കെ പറയാമോ? പാപത്തോടെയാത്ത പറയാമോ? പാപത്തെ നീ വെറുത്തുപേക്ഷിക്കുന്നതായി നിൻ്റെ ഹൃദയം കാണുന്നത് ദൈവം കണ്ടാൽ ആ സെക്കൻഡിൽ നിനക്ക് പാപമോചനമാണ്. തിരുരക്തം നിന്നെ തൊടും, തിരുരക്തത്താൽ നിന്നെ കഴുകും. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് നിനക്ക് മായച്ചു തരും. സ്തോത്രം. ദൈവവിധി നിൻ്റെ ഹൃദയം കഴുകപ്പെട്ടാൽ, ശത്രുവിൻ്റെ അവകാശം നിൻ്റെ നിന്ന് മാറിയാൽ, ശത്രുവിനെ ദൈവം ബലസിച്ചകറ്റിക്കഴിഞ്ഞാൽ, പിന്നെ നീ പറഞ്ഞ വാക്ക് നിവർത്തിക്കണമെങ്കിൽ നിന്നെക്കൊണ്ട് സാധ്യമല്ലെന്ന് ദൈവത്തിനറിയാം. നിസ്സാരനായ മനുഷ്യന് സാധ്യമല്ല, നിന്നെക്കാൾ കൂടുതൽ ദൈവത്തിനറിയാം. ദൈവം ഒരു കാര്യം ചെയ്യും. അവൻ്റെ പരിശുദ്ധാത്മാവാണ് നിൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു തരും. അവനാണ് ഒരുക്കുന്നത്, അവനാണ് നന്ദിയുടെ സ്തുതി തരുന്നത്, അവനാണ് നിനക്ക് കണ്ണുനീര് തരുന്നത്. അനുതാപത്തിൻ്റെ കണ്ണുനീര്. നിനക്ക് കാൽപാതകൾ ഇരുന്നാൽ മതി, അവൻ തന്നെ കഴുകിക്കൊള്ളും. പരിശുദ്ധാത്മാവിനെ നടത്തിക്കൊള്ളും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സഖിയോൻ മാളികയിൽ പെന്തിക്കോസ് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് മണവാട്ടി സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, ദ്രുതഗതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ആസന്നമായ സമയത്തും പരിശുദ്ധാത്മാവ് മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ അവൻ മധ്യാകാശത്തോട്ട് വരുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവ് ദൈവം മധ്യാകാശത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലും. അവൻ വിശ്വസനാണ്, വാക്ക് മാറാത്തവനാണ്, അവൻ അനുഗ്രഹിക്കുന്നവനാണ്. നമുക്ക് എന്നെ കൊടുക്കാം. കർത്താവെ, ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ആത്മശരീര മനസ്സുകൾ തൃപ്പാദങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, കഴുകണമേ, പാവമോചനം തരണമേ, എല്ലാം ക്ഷമിക്കണമേ, പരിശുദ്ധാത്മാവിനെ പകരണമേ, നാവിൽ സ്തുതി തരണമേ. കർത്താവെ, പിതാക്കന്മാരനുഭവിച്ചതായ നന്ദിയുടെ സ്തുതി എൻ്റെ നാവിൽ നിന്ന് ഉയരുവാൻ, അങ്ങനെ ജീവിതം തീരുവാൻ, കർത്താവ് 2-ാമത്തെ വരവിൽ പറന്നുയരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. സ്വർണ്ണപ്പുറത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. 2-ാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. മാനവും മോഹത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.